പോലീസ് നിഷ്ക്രിയമാകുന്ന ഏത് ഭാഗത്തും വീഴ്ച ഭരണകൂടത്തിന് തന്നെയാണെന്ന് പൊതുവെ പറയപ്പെടാറുണ്ട്. കേരളത്തിൽ അതിന് ധാരാളം ഉദാഹരണങ്ങളുമുണ്ട്. പ്രത്യേകിച്ച് ഞാനിപ്പോൾ പറയാൻ വരുന്നത് കഴിഞ്ഞ ഡിസംബർ 12 കൊല്ലത്ത് കരുനാഗപ്പള്ളി സ്വദേശിയായ പ്രസന്നൻ ഓച്ചിറയിൽ വെച്ച് ആക്രമിക്കപ്പെടുന്നു. നട്ടെല്ല് ചവിട്ടി ഓടിക്കുന്നു, താടിയെല്ല് പൊട്ടിക്കുന്നു. അങ്ങനെ മാരകമായ പരിക്കേറ്റ് അദ്ദേഹം കുഴഞ്ഞ് വീഴുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ അദ്ദേഹം മരിച്ചു പോകുമ്പോൾ പോലീസ് പറയുന്നു വാഹനം തട്ടി ആണ് അദ്ദേഹം റോഡിൽ വീണത്. ഇത് എവിടത്തെ ന്യായമെന്ന് എനിക്കും നിങ്ങൾക്കും തോന്നുകയില്ലേ? ദൃക്സാക്ഷികളായ ആളുകൾക്ക് തോന്നുകയില്ലേ പോലീസ് ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്നു എന്ന് നമ്മൾ പറയില്ലേ? ഇനി ഞാൻ എൻ്റെ സംഭവത്തിന്റെ വിശദമായ ഒരു വിവരണം നൽകാം. പ്രസന്നന് പ്രായം 53. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിന് സമീപത്തെ ചില കടകളിലും അതുപോലെ തന്നെ മറ്റ് ചായക്കടകളിലുമൊക്കെ ജോലി ചെയ്ത് അവരെ സഹായിച്ച് ഉപജീവനം കഴിച്ചു പോകുന്ന ഒരാൾ. അദ്ദേഹത്തിന് ഒരു കുടുംബമുണ്ടായിരുന്നു. പക്ഷെ 14 വർഷം മുമ്പ് അവർ ബന്ധം ഒഴിഞ്ഞുപോയി. അതുകൊണ്ട് അവരെ കുറിച്ച് ഞാൻ ഇപ്പോൾ വിശദമാക്കുന്നില്ല. പ്രസന്നൻ ജോലി ചെയ്യുന്ന പൂജാ സാധനങ്ങൾ വിൽക്കുന്ന കട ഉടമയുടെ ബന്ധുവീട്ടിലാണ് താമസിക്കുന്നത്. ബന്ധുവീട് കായംകുളത്താണ്. അപ്പോൾ ഓച്ചിറയിൽ ജോലി ചെയ്ത ശേഷം ഇദ്ദേഹം കായംകുളത്ത് ആ ബന്ധുവീട്ടിൽ പോയി താമസിക്കുന്നു, അല്ലെങ്കിൽ കിടന്നുറങ്ങുന്നു. പിറ്റേ ദിവസം വീണ്ടും പരബ്രഹ്മ ക്ഷേത്രത്തിന് സമീപത്ത് വരുന്നു. ഇതാണ് അദ്ദേഹത്തിന്റെ റുട്ടീൻ. പ്രസന്നൻ എന്ന വ്യക്തിയുടെ കഥയാണിത്. പ്രസന്നൻ സമീപത്തെ ഓച്ചിറ ക്ഷേത്രത്തിന് സമീപത്തെ ജയ എന്ന സ്റ്റുഡിയോയിലും ജോലി ചെയ്തിരുന്നു. ജയ സ്റ്റുഡിയോയുടെ ഉടമസ്ഥന്റെ പേര് മോൻകുട്ടൻ എന്നാണ്. അദ്ദേഹത്തിന് വേറെ ഒഫീഷ്യൽ പേരൊക്കെ ഉണ്ടെങ്കിലും മോൻകുട്ടൻ എന്നാണ് നാട്ടിൽ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന് ഇത്തിരി മാനസിക പ്രശ്നങ്ങളുണ്ട്, മരുന്ന് കഴിക്കുകയും. ഈ മോൻകുട്ടൻ ശങ്കരൻ എന്ന് പറയുന്ന പ്രദേശത്തെ ഷൈലോക്കിൽ നിന്ന്, കൊള്ള പലിശക്കാരനിൽ നിന്ന് ഏതോ നിർദ്ദയമായ സാഹചര്യത്തിൽ കുറച്ച് പൈസ കടം വാങ്ങിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അവർ തമ്മിൽ തർക്കവും നിലനിൽക്കുന്നുണ്ട്. ഈ ഡിസംബർ 12 ശങ്കരനും ശങ്കരന്റെ ആളുകളും വന്ന് ഈ മോൻകുട്ടനെ മർദ്ദിക്കുന്നു. മോൻകുട്ടൻ അതിന് പ്രതികാരമായി എന്ത് ചെയ്യുന്നു? ശങ്കരന്റെ തേങ്ങാത്തട്ട്, ശങ്കരൻ വിൽക്കാൻ വെച്ചിരിക്കുന്ന തേങ്ങകളുടെ തട്ട് ചവിട്ടി തെറിപ്പിച്ച് കളയും. വീണ്ടും ശങ്കരൻ വന്ന് മോൻകുട്ടനെ അടിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ പ്രസന്നൻ ഇത് കാണുകയും, പ്രസന്നൻ അപ്പോൾ എതിർവശത്തുള്ള ഈ പൂജാ സാമഗ്രികൾ വിൽക്കുന്ന കടയിൽ ജോലി ചെയ്യുകയായിരുന്നു. പ്രസന്നൻ കണ്ടിട്ട് ഓടിച്ചെന്നിട്ട് പറഞ്ഞു, അയ്യോ ചേട്ടാ, ഇത് നമ്മുടെ നാട്ടുകാരനാണ്, ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞ് ഇടനില നിൽക്കുന്നു, മധ്യസ്ഥത പിടിക്കുന്നു, അല്ലെങ്കിൽ ഇത് കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഉടനെ തിരുമേനി, അതായത് ക്ഷേത്രത്തിലെ ഗണപതി തറയിലെ തിരുമേനി ഓടിക്കൊണ്ടുവന്ന് ഈ മോൻകുട്ടനെ അടിക്കും. എന്നിട്ട് ശങ്കരനും തിരുമേനിയും കൂടി എന്ത് ചെയ്യുന്നു? പോലീസിനെ വിളിക്കുന്നു. നേരെ ശങ്കരൻ പോയി പരാതി കൊടുക്കുന്നു. ഇങ്ങനെ പ്രസന്നനും മോൻകുട്ടനും കൂടി എന്നെ അടിച്ചു എന്ന് പറഞ്ഞാണ് പരാതി. ശങ്കരന്റെ കിമ്പളം വാങ്ങുന്ന പോലീസുകാർ എന്ത് ചെയ്യും? നേരെ ഓടി വന്ന് പ്രസന്നനെയും മോൻകുട്ടനെയും കസ്റ്റഡിയിലെടുത്ത് ജീപ്പിൽ കയറ്റി കൊണ്ടുപോകും. വൈകുന്നേരം 7 മണി വരെ ശങ്കരൻ പോലീസ് കസ്റ്റഡിയിലാണ്. ശങ്കരൻ തിരിച്ചു വരുമ്പോൾ 2 അടിച്ച് മിനുങ്ങിയിട്ടാണ് തിരിച്ചു വരുന്നത്. അങ്ങനെ തിരിച്ചു വന്ന ഈ പൂജാ സാമഗ്രികൾ വിൽക്കുന്ന കടയുടെ സമീപം നിൽക്കുമ്പോൾ ശങ്കരന്റെ മകൻ വരുന്നു. ആര്? ഈ പ്രസന്നൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി 2 അടിച്ച് ഈ സിന്ധു എന്ന് പറയുന്ന യുവതിയുടെ കടയുടെ മുന്നിൽ, പൂജാ സാമഗ്രി കടയുടെ മുന്നിൽ നിൽക്കുമ്പോൾ ശങ്കരൻ എന്ന് പറയുന്ന ഷൈലോക്കിന്റെ കൊള്ളപ്പലിശക്കാരന്റെ മകൻ വിഷ്ണു ഗുണ്ട വരുന്നു. അവൻ ബുള്ളറ്റിൽ നിന്നിങ്ങോട്ട് ഇറങ്ങി പ്രസന്നനെ തലങ്ങും വിലങ്ങും മർദ്ദിക്കുകയാണ്. അടികൊണ്ട് നിലത്ത് വീണ പ്രസന്നനെ അവിടെ ഇട്ട് ചവിട്ടിക്കൂട്ടി. അയാളുടെ നട്ടല് തകർന്നു, താടിയെല്ല് തകർന്നു. പാവം, ആരും ചോദിക്കാനില്ല. ഇത് ചോദിച്ചുകൊണ്ട് സിന്ധു എന്ന യുവതി കടയുടെ ഉടമസ്ഥ മധ്യസ്ഥം പിടിക്കാൻ ചെന്നപ്പോൾ അവരെ കേട്ടാലറയ്ക്കുന്ന ചീത്തകൾ വിളിച്ച് മുട്ടിക്കുന്നു. എന്നിട്ട് അവരുടെ കടയിലെ സാധനങ്ങളൊക്കെ ഈ ഗുണ്ട വിഷ്ണു വലിച്ചെറിയും. ഇവര് ഭയന്ന് വിളിച്ച്, തൊട്ടപ്പുറത്താണല്ലോ പോലീസ് സ്റ്റേഷൻ, അങ്ങോട്ടേക്ക് ഓടിപ്പോയി ഈ പോലീസുകാരെ വന്ന് രക്ഷിക്കണമെന്ന്. പോലീസ്, നിങ്ങൾ നിങ്ങളുടെ പണിക്ക് നോക്കി പോപ്പാന്ന് പറഞ്ഞിട്ട് അവരെ തെറി വിളിച്ചോടിക്കുന്നു. പിന്നെ ഏതോ പോലീസുകാർ എന്തോ ദയ ഉണ്ടായി അവിടെ വന്നപ്പോൾ എല്ലാം ചിതറിക്കിടക്കുന്നതൊക്കെ കണ്ടു. പ്രസന്നൻ അർദ്ധപ്രാണം വലിച്ചവിടെ നിൽക്കുന്നുണ്ട്. പ്രസന്നനെ ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടതാണ് പോലീസ്, കാരണം മർദ്ദനമേറ്റ വ്യക്തിയല്ലേ. പ്രസന്നൻ ആശുപത്രിയിൽ പോകണമെന്ന് ആഗ്രഹവുമുണ്ട്. പക്ഷേ പോലീസുകാർ തിരിഞ്ഞു നോക്കില്ല. പോലീസുകാർ അവിടെ നിന്ന് എസ്കേപ്പ് ആയി. പ്രസന്നൻ രാത്രി ഈ കായംകുളത്തെ വീട്ടിലേക്ക് പോകുന്ന യാത്രാമധ്യേ റോഡിൽ ഉരുണ്ടു വീണു. ഇത് കായംകുളം പോലീസുകാരാണ് അറിഞ്ഞത്. കായംകുളം പോലീസുകാർ ഇയാളെ നേരെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. എന്നിട്ട് സിന്ധുവിനെ വിളിച്ച് വിവരങ്ങൾ പറയുന്നു. ബന്ധുക്കളെ അറിയിക്കണം, സീരിയസ് കണ്ടീഷനാണ് എന്നാണ് പറഞ്ഞത്.
സിന്ധുവും മകനും 2 ദിവസം കഴിഞ്ഞിട്ടാണ് പ്രസന്നനെ കാണാൻ പോകുന്നത്. അതിനിടയ്ക്ക് സിന്ധുവിന്റെ സഹോദരന് ഡയാലിസിസുമായി ബന്ധപ്പെട്ട് മറ്റാശുപത്രി വിഷയങ്ങൾ ഉള്ളതുകൊണ്ട് വേറൊരു അടുത്ത സുഹൃത്തിനെ അങ്ങോട്ട് പറഞ്ഞു വിട്ട് പ്രസന്നന്റെ കാര്യങ്ങൾ നോക്കാൻ. അയാൾ പറഞ്ഞു പ്രസന്നന് സർജറി വേണം, ഓപ്പറേഷൻ വേണം, നട്ടല് പൊട്ടിയിട്ടുണ്ട്, ആ സർജറി ചെയ്തു കഴിഞ്ഞാലും പ്രസന്നന് സംസാരശേഷി കിട്ടുമെന്ന് തോന്നുന്നില്ല എന്നാണ് ഡോക്ടർമാർ പറഞ്ഞതെന്ന് ഇവരറിഞ്ഞു. അങ്ങനെ ഇതറിഞ്ഞ പാടെ സിന്ധുവും സിന്ധുവിന്റെ മകനും ഇദ്ദേഹത്തെ കാണാൻ വണ്ടാനം മെഡിക്കൽ കോളേജിൽ എത്തുന്നു. അവിടെ ചെല്ലുമ്പോൾ ക്രിട്ടിക്കൽ കണ്ടീഷനാണ്. അപ്പോൾ ഇവർ തന്നെ പോലീസിനോടും ഡോക്ടർമാരോടും എങ്ങനെയെങ്കിലും മജിസ്ട്രേറ്റിനെ കൊണ്ട് മൊഴിയെടുപ്പിക്കണമല്ലോ. അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരോടും അതുപോലെ തന്നെ ആശുപത്രി അധികൃതരോടും പറഞ്ഞു. എന്നാൽ നിർഭാഗ്യവശാൽ പിറ്റേ ദിവസം മജിസ്ട്രേറ്റ് എത്തുമെന്ന് കരുതിയിരിക്കുമ്പോൾ നിർഭാഗ്യവശാൽ 17-ാം തീയതി ഡിസംബർ 17 രാത്രി, ഏകദേശം സംഭവം നടന്ന 5 ദിവസങ്ങൾക്ക് ശേഷം ഇദ്ദേഹം മരിക്കുന്നു. പോലീസുകാർ എഴുതി വെച്ചു, ഓച്ചിറ പോലീസും കരുനാഗപ്പള്ളി ACPക്കൊക്കെ ഈ സിന്ധു പരാതി കൊടുത്തു. അതിന്റെയൊക്കെ ചൂടിൽ പോലീസുകാർ എഴുതി വെച്ചു, ഇയാൾ എന്താണ് വണ്ടി തട്ടി വീണതാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട് അങ്ങനെയൊന്നുമല്ല, നട്ടലൊക്കെ പൊട്ടിയിട്ടുണ്ട് എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ പോലീസുകാർ എന്താണ് ഭാവിക്കുന്നത്? ഒരു തിരുമേനിയും ഒരു ഷൈലോക്ക് കൊള്ളപ്പലിശക്കാരനും അയാളുടെ മകൻ ഗുണ്ട വിഷ്ണുവും വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരനെ ചവിട്ടി കൊല്ലാമെന്നാണ്. ചവിട്ടി കൊന്നു കഴിഞ്ഞാൽ പോലീസ് കേസെടുക്കില്ല എന്നാണ്. ഒരു സാധാരണക്കാരിയായ വീട്ടമ്മ അവരുടെ ഉപജീവനത്തിന് വേണ്ടി പൂജാ സാധനങ്ങൾ വിറ്റ് വയറ്റുപിഴപ്പിന് വേണ്ടി അവിടെ ഇരിക്കുന്നുണ്ട്. അവരുടെ കട ഈ വിഷ്ണു എന്ന് പറയുന്ന ഒരു പണച്ചാക്ക് ചെറുക്കൻ വന്ന് അടിച്ചു പൊട്ടിച്ചു കഴിഞ്ഞാൽ നീതി ആർക്കൊപ്പം നിൽക്കണം? നീതിയുടെ തുലാസ് വിഷ്ണുവിന് അനുകൂലമായി താണു നിൽക്കുന്നു. അത് എവിടത്തെ ന്യായം? ഇത് ചോദിക്കാൻ ഇവർക്ക് ആരുമില്ല. പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ ഇവരെ അസഭ്യം പറഞ്ഞ് ഓടിക്കുകയാണ്. ഇറങ്ങി പോതള്ളേ, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കൂ, പ്രസന്നന്റെ കാര്യം വേറെ ആരെങ്കിലും നോക്കട്ടെ. ഇനിയിപ്പോ ഈ പ്രസന്നന്റെ മരണ വിവരം അറിഞ്ഞ് പ്രസന്നന്റെ ഭാര്യ വത്സലയും മകൻ ജീവനും അവർ സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാൻ ശ്രമിച്ചു. അവരെയും വിരട്ടി ഓടിക്കുകയാണ്. അപ്പൊ ഈ തിരുമേനി എന്ന് പറയുന്നവന് ഇത്ര ഹുങ്കുണ്ടോ? ഇതെന്താ ജാതി മേൽക്കോയ്മയൊക്കെ നിൽക്കുന്ന കാലമാണ്. തിരുമേനി എന്ന് കേട്ട് കഴിഞ്ഞാൽ പേടിക്കാൻ. അവൻ ആരാണ്? അയാൾ ആരാണ് തിരുമേനി എന്ന് പറഞ്ഞാൽ? അവനെ പിടിച്ച് അകത്തിടണം. പ്രസന്നനെ അയാൾ മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ അകത്ത് കിടക്കണം. പ്രസന്നനെ ഈ പറയുന്ന ശങ്കരൻ അടിച്ചിട്ടുണ്ടെങ്കിൽ ശങ്കരൻ അകത്ത് കിടക്കണം. ശങ്കരന്റെ മകൻ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ ശങ്കരന്റെ മകനും അകത്ത് കിടക്കണം. 3 പേർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം. അതാണല്ലോ ന്യായം. ആ ന്യായം എവിടെ പോയി എന്നാണ് ചോദിക്കുന്നത്. പാവം ഈ സിന്ധു എന്ന് പറഞ്ഞ സ്ത്രീ ഓടി നടന്നാൽ എവിടെ എത്താൻ? നമസ്കാരം. ഞാനൊരു പാർട്ടിക്കാരനോ പാർട്ടി രീതിയിലോ ഒന്നുമല്ല, ഞാനൊരു വ്യക്തിയായിട്ടുള്ള രീതിയിൽ പറഞ്ഞ് കഴിഞ്ഞ വൃക്ഷത്തിൽ ഒരു പ്രസിഡന്റ് എന്ന് പറഞ്ഞൊരു ചേട്ടനെ ഇവിടെ ദൂരമായ രീതിയിൽ അടി കൊടുത്തതും ഞാൻ എൻ്റെ കണ്ണിന് മുമ്പിൽ ഞാൻ കണ്ടതാണ്. ആ പാമ്പടിച്ചവനിപ്പം ഈ ഭൂമിയിലില്ല, അവർ മരിച്ചുപോയി. ഒരു വട്ടമല്ല, 2 വട്ടമല്ല, രാവിലെ മുതൽ വൈകുന്നേരം വരെ കൊണ്ടുകിടന്ന് നല്ല രീതിയിൽ അടി കൊടുത്തതാണ്. ഇതിനകത്ത് എന്തെങ്കിലും സർക്കാർ രീതിയിലോ അല്ല നിയമത്തിൻ്റെ രീതിയിലോ എന്തെങ്കിലും നടപടി കാര്യങ്ങൾ നിങ്ങൾ തീരുമാനം വെക്കണം. ഇതിങ്ങനെ പോവുകയാണെങ്കിൽ ഈ ഓച്ചിറ അമ്പലത്തിൽ ഭയങ്കര ഗുണ്ടായുടെ രീതിയിലും വിളയാട്ടും കാര്യങ്ങളെല്ലാം നടക്കും. കാര്യം ആരോരും ഇല്ലാത്തവരൊക്കെ വന്ന് ഈ ഈ സന്നിധിയിൽ വന്ന് കിടക്കുന്നുണ്ട്. അവർക്ക് ആർക്കും ഒരു ദോഷമില്ലാത്ത രീതിയിൽ പോകണമെന്ന് ഒരാഗ്രഹം എൻ്റെ നിറഞ്ഞ മനസ്സോടെ ഞാൻ പറയുന്നു. വരും പോവും കാര്യങ്ങളല്ല, അത് ഒരു നിയമത്തിന് മുമ്പ് ഞാൻ പറയുന്നത്. ഞാൻ വലിയവനല്ല, താഴ്മയായിട്ട് ഞാൻ പറയുന്നത്. ഒരു ക്ഷേത്രം ഈ കാര്യത്തിൽ ഈ പാമ്പടിച്ചവനെ കഷ്ടം, അയാളെ 3 റൗണ്ടാണ് അടിച്ചത്. ഈ അടി എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഞാൻ ഈ അടി കിടക്കുമ്പോഴല്ല ഞാൻ എൻ്റെ കണ്ണിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ ഞാൻ ഈ ബോട്ടിൽ ഞാൻ മത്സ്യത്തൊഴിലാളിയാണ്, ഞാൻ ജോലിക്കും കാര്യങ്ങളെല്ലാം പോയി വന്നപ്പോഴാണ് ഈ പുള്ളി മരിച്ചെന്നും കാര്യങ്ങളെല്ലാം അറിഞ്ഞത്. അപ്പോൾ ഈ കേസും കാര്യങ്ങളെല്ലാം എന്തുവാണെന്ന് വെച്ചാൽ ഞാൻ ഏത് കോടതിയിലും വന്ന് ഞാൻ പറഞ്ഞു. ഈ കേസിനെ കുറിച്ച് കാര്യങ്ങൾ മൊത്തം എനിക്കറിയാവുന്നൊരു വ്യക്തിയാണ്. സാധാരണ രീതിയിൽ ഓച്ചിറ അമ്പലത്തിൽ വൃക്ഷത്തിൽ 1-ാം കടയായിരുന്നു നമ്മുടെ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അന്ന് ഒരു സ്ഥലവും കാര്യങ്ങളും മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഞാൻ എനിക്ക് വീട്ടിലും കാര്യങ്ങളെല്ലാം പോകേണ്ട ഒരു വ്യക്തിയായിരുന്നു. ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. പിന്നെ രാവിലെ അമ്പലത്തിനകത്ത് ക്ഷേത്രത്തിൻ്റെ ഗണപതി അമ്പലത്തിൻ്റെ അടുത്ത് ഒരു ഇടി കടന്നു. അപ്പം ഞാനിത് തിരക്കാനായിട്ട് പോയി. അമ്പലത്തിൽ കള്ളു പിടിച്ചിട്ടോ എന്തോ ഒന്നും നമുക്കറിയത്തില്ല. അപ്പോൾ ഞാൻ തിരിച്ചത് അങ്ങോട്ട് എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോയി ഒരു വഴിക്ക് എല്ലാം ഇങ്ങനെ പോയിട്ട് തിരിച്ചു വന്നപ്പം ഈ രാവിലത്തെ ഇടിയെല്ലാം കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്കത്തൊരു ഇടി കടന്നു. ഉച്ചയ്ക്കത്തൊരു ഇടി എന്ന് പറഞ്ഞാൽ അത് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു മരമായിരുന്നേ ഉണങ്ങിയാൽ അതേപോലെ ഒരു ഇടി, നല്ലൊരു ഇടിയാണ് ഞാൻ കണ്ടത്. പോലീസുകാർ അവർക്ക് നീതി ലഭ്യമാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വമുള്ള വ്യക്തികളല്ലേ? ഇവിടെ ഇല്ലാത്ത കഥകൾക്കും ഇല്ലാത്ത സാധനങ്ങൾക്കും കേസെടുക്കാനൊക്കെ വലിയ വാശിയും വീറും ഒക്കെ കാണിക്കുന്ന പോലീസ് ഇക്കാര്യത്തിൽ കാണിക്കുന്ന നിസ്സംഗത
ഒരു ഭരണകൂടത്തെ ആകെ തന്നെ താറടിക്കുന്നതാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തി.